യുദ്ധം കാണിക്കുന്നുണ്ട് ഇവളെ വിശ്വാസത്തിൽ. അപ്പോൾ ഇവളെന്ത് ചോദിച്ചാൽ അപ്പോഴാണ് ഇവൾ ഉടമ്പടിയെക്കുറിച്ച് അറിയണത്. അങ്ങനെ വന്ന് ഉടമ്പടി എടുക്കും. ഉടമ്പടി എടുത്തതിന് ശേഷം അപ്പോൾ ഇപ്പോൾ എന്താ ഉടമ്പടി എടുത്തതിന് ശേഷം ഈ ഉടമ്പടി തൈലം എടുത്തിട്ട് ഇവൾ വയറയിലും എല്ലാ സ്ഥലങ്ങളിലൊക്കെ പെരട്ടി വിശ്വാസ പ്രമാണത്തിൽ പെരട്ടി കഴിയുമ്പോൾ എന്നാ സംഭവത്തിൽ എന്താ ഇവൾക്കുണ്ടായിരുന്ന അസുഖം എന്താണ്? ഈ ഓട്ടോഇമ്മ്യൂൺ ഡിസീസ് ഉണ്ടായിരുന്ന കാരണം ബ്ലഡ് ക്ലോട്ട് ചെയ്യുന്നുണ്ടായിരുന്നു, എപ്പോഴും ക്ലോട്ട് ചെയ്യും. അതിൻ്റെ കുഴപ്പം അതാണ്, ബ്ലഡ് തന്നെത്താൻ ക്ലോട്ടാവും. ഇപ്പോൾ കുറേ ആൾക്കാരൊക്കെ ഇങ്ങനെ മരിക്കണില്ല, ബ്ലഡ് സ്വാഭാവികമായിട്ട് ക്ലോട്ടിങ്ങിൻ്റെ കുഴപ്പത്തിൽ. ചിലർക്ക് ക്ലോട്ടിങ് നടക്കണില്ല, ചിലർക്ക് പെട്ടെന്ന് ക്ലോട്ടാകുന്നു. അപ്പോൾ ഇതുപോലൊരു ഡിസീസാണിത്. അപ്പോൾ ഇതിന് മരുന്നില്ല. ബ്ലഡ് കാലിൽ തന്നെ പല സ്ഥലങ്ങളിൽ ബ്ലഡ് ക്ലോട്ടായി കിടക്കുകയാണ്. അത് കാരണം ബ്ലഡ് ഓടുന്നകത്ത് കാരണം കാല് നീല നിറമായി, പിന്നെ കറുത്ത നിറമായി. പിന്നെ ഡോക്ടർ പറഞ്ഞു 2 കാലും മുറിക്കണമെന്ന് പറഞ്ഞു. ഇപ്പോൾ മനസ്സിലായില്ലേ? അപ്പോൾ എന്തുമാത്രം സീരിയസ് ആണ് വിഷയമെന്ന്. അവിടെ ഇവിടെ എല്ലാം കയറി മുട്ടുകയാണ്. ഊടിൽ കൊച്ചു ഉണ്ടായിക്കഴിഞ്ഞാൽ ഉടനെ ഊടിലെ ബ്ലഡ്, നമ്മുടെ പൊക്കിൾക്കൊടിയിലെ ബ്ലഡ് ക്ലോട്ടാകും. ആ കൊച്ചിനെ കൊന്നു കളയാൻ വേണ്ടി ഊട് വഴിയാണല്ലോ കൊച്ചു ഭക്ഷണം എടുക്കണത്. അപ്പം അതുകൊണ്ട് അത് വലിയ ഇഷ്യൂ ആയി. പക്ഷേ ഇവളത് പെരുട്ടി കഴിഞ്ഞപ്പോൾ ഉടനെ ഇവളുടെ ക്ലോട്ടിങ് എല്ലാം മാറി. മരുന്ന് അതായത് ഈ കാര്യത്തിന് വേണ്ടി മരുന്ന് കഴിക്കേണ്ടെന്ന രീതിയിലായി. ആൾ പഴയതുപോലെ ഫ്രഷായി. അപ്പോൾ ഉടമ്പടി പെട്ടെന്ന് വർക്ക് ചെയ്ത് കാര്യം എന്താ പ്രശ്നം വെച്ചാൽ ഇവൾക്കൊരു മിനിമം വിശ്വാസം നേരത്തെ ഉണ്ടല്ലോ. അതാണ് ഈ ഉടമ്പടി പെട്ടെന്ന് ലൈറ്റ്നിങ്ങായിട്ട് വർക്കായത്. നിങ്ങളെപ്പോഴും ശ്രദ്ധിക്കേണ്ട വിഷയം എന്താ? ദൈവം ഈ വിശ്വാസം ഇതിൻ്റെ അകത്ത് വളരെ കാതലായൊരു വിഷയമാണ്. നിങ്ങൾ വിഷയമായിട്ടിരിക്കുന്ന വിശ്വാസത്തെ തട്ടി നോക്കിയിട്ട് വിഷയം ഇങ്ങനെ പത്തി വിടർത്തി നിൽക്കുമ്പോൾ നമ്മൾ പേടിച്ചിട്ട് വിശ്വാസം താഴ്ന്നു പോകുന്നതായിട്ടാണ് നമ്മൾ ആൾക്കാരിൽ കണ്ടിരിക്കുന്നത്. പക്ഷേ ഈ അഖിലയ്ക്ക് അങ്ങനെയല്ല. അഖില ഇതുപോലെയുള്ള അനുഭവങ്ങൾ കടന്നു പോകുമ്പോഴും വിശ്വാസം ശക്തിപ്പെട്ടുകൊണ്ടേയിരിക്കും. കാരണം വിശ്വാസത്തിനൊരു വിഷയം, ഇതിൻ്റെ ഒരു ഗ്രാൻഡ് സ്കീമുണ്ട്. ഗ്രാൻഡ് സ്കീം എന്ന് വെച്ചാൽ നമ്മൾക്ക് ചിലത് സബ്സിഡി, ചിലത് ഗ്രാൻഡ് എന്നൊക്കെ പറയത്തില്ല, അതുപോലെ ലോണ്. അതുപോലെ തന്നെ വിശ്വാസത്തിന് എവിടെയെങ്കിലും ഇടർച്ച വന്നാൽ അവളുടെ പഴയ ഫയലനുസരിച്ച് ദൈവമായിട്ട് ഇങ്ങനെ യോജിച്ച് പോകണം എന്ന് ദൈവത്തിന് ഇട്ടെറിഞ്ഞ് കളയണ ആളല്ല എന്ന് കണ്ടാൽ ദൈവം ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കും. കാര്യം അത് ഓട്ടോമാറ്റിക്കായിട്ട് വരുന്ന ഹെൽപ്പിംഗ് ആണ്. കാര്യം നമ്മൾ പഴയ കാലങ്ങളിലൊക്കെ നിസ്സാര കാര്യങ്ങളൊക്കെ നിങ്ങൾ പ്രാർത്ഥന മുടക്കുകയും ചില കാര്യങ്ങളൊക്കെ മാസങ്ങളോളം പ്രാർത്ഥിക്കാതൊക്കെ ഇരിക്കുകയൊക്കെ ചെയ്യണില്ലേ? അതൊക്കെ എന്ത് അപകടമാണെന്നറിയാമോ? അപ്പം നിങ്ങൾക്ക് ഇത്തിരി സുഖം തോന്നും അല്ലേ? ഇന്ന് പോയി സിനിമയും കണ്ടുവച്ച് വന്നിരുന്ന് കൊന്ത പോലും ചെല്ലാകിടന്ന് ഉറങ്ങുമ്പോഴൊക്കെ ഒരു സുഖമില്ലേ? ഈ കുറച്ച് കഴിയുമ്പോൾ ഒരു ഇഷ്യൂ ഉണ്ടാകുമ്പോഴാണ് ഈ ആൾക്കാർ പണി മേടിക്കാൻ പോണത്. അതാണ് എൻ്റെ വിഷയം വരണത്. ഫയർ എഞ്ചിൻ്റെ പിഴക്കത്തി പിടിക്കുമ്പോൾ ഫയർ എഞ്ചിൻ്റെ മൊബൈലെ ഫയർ എഞ്ചിൻ്റെ 100, 150, 158 വിളിക്കും 104 അത് അറിയത് ഇങ്ങനെ ചോദിച്ചിരിക്കണേ, കത്ത് പിടിച്ചോണ്ടിരിക്കുകയാണ്. ഈ 108 മൊബൈൽ എടുത്തു വെക്കുമ്പോഴാണ് മൊബൈലിൽ അപ്പോൾ ചാർജും ഇല്ല, നെറ്റും ഇല്ല, തീർന്ന പരിപാടി. പിഴക്കത്തി പിടിക്കുമ്പോഴേ മൊബൈൽ നമ്പർ പോലീസിനെ വിളിക്കാൻ, ഫയർ എഞ്ചിനെ വിളിക്കാൻ വേണ്ടി മൊബൈൽ എടുക്കുമ്പോൾ നെറ്റില്ലെങ്കിൽ ഉള്ള അവസ്ഥ എന്തായിരിക്കും? ഇതുപോലെ ഇരിക്കും നിങ്ങൾ ഇടക്കും തലക്കും ദൈവമായിട്ട് നിൽക്കാൻ നക്കാപ്പിച്ച കാര്യത്തിന് ഉടക്കി പ്രാർത്ഥനയും ജീവിത രീതിയൊക്കെ മുടക്കുമ്പോൾ ഉടമ്പടിയോടുകൂടി ഇതെല്ലാം റീസ്റ്റേറ്റ് ചെയ്യണം. പണ്ടേ ഇത് കലാപരിപാടിയായിട്ട് ആൾക്കാരുണ്ടാവും. ഇങ്ങനെ സ്ഥിരം എന്തെങ്കിലും കാര്യത്തിന് കുറച്ച് നാൾ ദൈവത്തോട് അടുത്ത് കുറേ ആൾക്കാർ, പിന്നെ കുറേ നാൾ പിശാചിനെ കൂടെ നടന്ന്, പിന്നെ ഒരു വിഷയം ഉണ്ടാകും ദൈവത്തോട് അടുത്ത്. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആടിക്കളിക്കണ കൊച്ചുരാമന്മാരൊക്കെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉടമ്പടിയോടുകൂടി അവർ കറക്റ്റ് ചെയ്യണം. ദൈവമായിട്ട് സത്യസന്ധമായി ജീവിക്കാനും കഴിഞ്ഞ കാലങ്ങളിൽ വന്നിട്ടുള്ള കാപട്യങ്ങളെ പരിഹാരം ചെയ്യാനും എല്ലാം പുതുതായിട്ട് തുടങ്ങിക്കൊണ്ട് ദൈവത്തെ നേരിട്ട് ദൈവമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റിയ ഒരു കാലം നമ്മുടെ ജീവിതത്തിൽ ദൈവം ഉണ്ടാക്കി തന്നിരിക്കുകയാണ്. അതിനാണ് ഞാൻ നിങ്ങളോട് എപ്പോഴും പറയുന്നത്, മക്കളെ സാക്ഷ്യം കേൾക്കണേ. കാര്യം സാക്ഷ്യം എത്ര തവണ കേട്ടാലും നമുക്ക് ഉണ്ടാകുന്ന ഗുണം ദോഷം ഉണ്ടാകുന്ന ഗുണമേ ഉണ്ടാകത്തുള്ളൂ. എന്താ കാരണം വെച്ച് കഴിഞ്ഞാൽ ഓരോ മനുഷ്യന്മാർ ദൈവത്തെ കണ്ടുപിടിച്ചതും ആ ദൈവത്തെ അവർ ഫോളോ ചെയ്തതും അവസാനം ദൈവം അവരെ ദുർഘടമായ കാലങ്ങളിൽ നിന്ന് കൈപിടിച്ച് ഉയർത്തിയതും എന്തെല്ലാം വലിയ ഐതിഹാസികമായിട്ടുള്ള ഓപ്പറേഷൻസാണ് സാക്ഷ്യത്തിലുള്ളത്.
അപ്പം ഇത് ഇവള് ഉടമ്പടി തൈലം ഇവൾ ഒരിക്കലും വിചാരിച്ചില്ല ഉടമ്പടി തൈലം പുരട്ടുമ്പോൾ തന്നെ ഈ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് പോകുമെന്ന്. പിന്നെ ഡോക്ടർ പറഞ്ഞ കാലം മുറിക്കണ്ട, ഇപ്പോൾ എല്ലാം ഓക്കെ ആയി, ക്ലോട്ടിങ് ഇല്ലെന്ന് പറഞ്ഞു. ഡോക്ടർ തന്നെ അറിയാൻ പറ്റില്ല എന്താ സംഭവിച്ചെന്ന് അറിയാൻ പാടില്ല. അതപ്പോൾ അമ്മ ഈ വിഷയം ഏറ്റെടുത്താൽ, ഞാൻ എപ്പോഴും നിങ്ങളോട് ശാസിക്കുന്നതിൻ്റെ കാരണം, നിങ്ങളിതിനകത്ത് കാപട്യം കാണിക്കരുത്, ഡയബോളിസം കാണിക്കരുത്. ഇപ്പം എല്ലാ പിശാച് ബാധിതരെക്കുറിച്ച് പിശാച് ബാധിത ആൾക്കാർ വരുമ്പോൾ പറയും അത് ഡയബോളിക്കാണെന്ന് പറയും. എന്നുവെച്ചാൽ ഒരു വ്യക്തി തന്നെ സ്പ്ലിറ്റ് പേഴ്സണാലിറ്റി ഉണ്ടാവും. സ്പ്ലിറ്റ് പേഴ്സണാലിറ്റി ദൈവതിരുസ്ഥനത്തിൽ ഇങ്ങനെ വലിയ പഞ്ചപ്പെട്ട് വലിയ വിനയമൊക്കെ നടിച്ച് വലിയ ഭക്തിയും പ്രാർത്ഥനയൊക്കെ ഉണ്ടാകും. അവരുടെ യഥാർത്ഥ ജീവിതത്തിൽ അവർ വേറെ ഒരു അവതാരമായിരിക്കും. അത് ഡയബോളിക്കുകൾ നമ്മുടെ ഈ ആൾക്കാരുടെ കൂട്ടത്തിൽ 60% ഈ വിശ്വാസികളുടെ കൂട്ടത്തിൽ 60% ഡയബോളിക്കലുണ്ട്, സ്പ്ലിറ്റ് പേഴ്സണാലിറ്റീസ് ഉണ്ട്. കാര്യം വെച്ചാൽ ദൈവത്തിരുസ്ഥനിധിയിൽ ഒരു തരത്തിൽ ഇങ്ങനെ പാഞ്ചാപ്പെട്ട് വലിയ കാര്യത്തിൽ കണ്ണിലൊക്കെ ഒഴുക്കി ആനകൂനെന്നൊക്കെ പറഞ്ഞ് പറഞ്ഞ് നിൽക്കും. പക്ഷെ അവിടെ യഥാർത്ഥ ജീവിതം വരുമ്പോൾ അവർ തനി ഗുണം കാണിക്കുകയും. അപ്പോൾ ഇത് ഒരു സ്വഭാവമായിരിക്കണം. അത് ഭയങ്കര വെല്ലുവിളിയാണ് ഉടമ്പടിയിലാണ്. നിങ്ങൾ ആരാണെന്ന് നിങ്ങൾ കണ്ടെത്തണം. ആ യഥാർത്ഥ നിങ്ങൾ ഒരിക്കലും ഉടമ്പടി ചെയ്യാൻ പറ്റുന്ന ആളായിരിക്കത്തില്ല മിക്കവാറും. ഇതാണ് ഇതിൻ്റെ അത് റിസ്ക് എന്ന് പറയണത്. യഥാർത്ഥം നിങ്ങൾ ആരാണെന്ന് നിങ്ങൾ കണ്ടെത്തണം. സ്ഥല ഉടമ്പടി ഉണ്ടായപ്പോഴും ഉടമ്പടി ഉണ്ടായപ്പോഴും കച്ചവടം ചെയ്തപ്പോഴും മറ്റ് കല്യാണം നടത്തിയപ്പോഴും നിങ്ങൾ അവിടെയെല്ലാം ഉപയോഗിക്കുന്നത് ദൈവത്തിൻ്റെ മാനദണ്ഡങ്ങളല്ല. നിങ്ങളുടെ സൂത്രപ്പണികളും അടക്കുവിദ്യകളും ചതിപ്രയോഗങ്ങളൊക്കെയാണ് നിങ്ങൾ ഉപയോഗിക്കുന്നത്. അതാണ് യഥാർത്ഥം നിങ്ങളെന്ന് പറയണത്. അത് ഉടമ്പടിക്ക് യോഗ്യമായ ആളല്ല. ഉടമ്പടി കുമ്പസാരം എന്ന് പറയണത് ഉടമ്പടിക്ക് പറ്റാത്ത രീതിയിലുള്ള പ്രാകൃതമായ ജനിതകമായ പാരമ്പര്യ രോഗങ്ങളുള്ളവരാണെന്ന് നോക്കണം. പാരമ്പര്യ രോഗം എന്ന് പറഞ്ഞാൽ വാ വിളിച്ചാൽ നുണയെ പറയത്തുള്ളൂ, വാ വിളിച്ചാൽ ചതി ചിന്തിക്കത്തുള്ളൂ, നേരെ പോകേണ്ടതിനാണെങ്കിൽ വളഞ്ഞേ പോകത്തുള്ളൂ. ഒരു മനുഷ്യമായ ഡീലിങ്സിൽ അവനെ എങ്ങനെ കൊടുക്കാം, എനിക്കെന്ത് 10 പൈസ ഉണ്ടാക്കാമെന്ന് ചിന്തിക്കത്തുള്ളൂ. അതിന് പാരമ്പര്യ രോഗമെന്ന് പറയണത്. ഈ പാരമ്പര്യ രോഗികൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. അവർ ഒന്ന് പ്രാർത്ഥിച്ചേ, കർത്താവായ ദൈവമേ, ഉടമ്പടിയുടെ ഉത്തമ പങ്കാളികളാകാൻ ഞങ്ങളെ ആന്തരിക ജീവിതത്തെയും സമൂഹ ജീവിതത്തെയും ഒരേ രീതിയിൽ ദൈവത്തിന് സ്വീകാര്യമാക്കുവാൻ അമ്മേ പരിശുദ്ധമ്മേ എന്നെ സഹായിക്കണമേ, എന്നെ ഏറ്റെടുക്കണമേ, പുനർനിർമ്മിക്കണമേ. ഈ ടെസ്റ്റില് ശരിക്കും പറഞ്ഞാൽ ഈ അഖിലെന്ന് പറയുന്ന ആള് ഒരു 80-85 മാർക്ക് മേടിച്ച് വിജയിച്ചിരിക്കുന്നത്. എന്താ കാര്യം? കർത്താവിൻ്റെ സ്റ്റാൻഡിലാണ് അവിടെ നിൽക്കുന്നത്, വേറെ ആരും പറയാതെ കേൾക്കാതെ. ആ സ്റ്റാൻഡ് കറക്റ്റ് ചെയ്ത് പോകുമ്പോഴെന്ത് ചെയ്യും? ഇനി കർത്താവ് അവൾക്ക് പുതിയ കുഞ്ഞിനെ കൊടുക്കും. നിങ്ങളെപ്പോഴും ഓർത്തേക്കണം, ഒരിക്കൽ കട്ടായെന്നും പറഞ്ഞ് പ്രാർത്ഥന മുടക്കരുത്. ഒരിക്കൽ എമിഗ്രേഷൻ പോയി, ഒരിക്കൽ ജപ്തി നടപടിയിൽ വിചാരിച്ച പോലെ കാര്യം നടന്നില്ല, പറമ്പ് വിറ്റില്ല, മകളെ കെട്ടിച്ചില്ല, വീട് വാങ്ങിക്കാൻ പറ്റിയില്ല. ഇങ്ങനെ ഒരു അടി എന്ന് പറയുമ്പോൾ തന്നെ ആ ഒറ്റ വിഷയം കൊണ്ട് എൻ്റെ മക്കൾ ഒരിക്കലും മനസ്സിടരുത്. മനസ്സിലായില്ലേ? അഖിൽ നിങ്ങൾക്ക് 10, 45, 50 വയസ്സ്, ഈ അഖിലേക്ക് 25 വയസ്സേ ഉള്ളൂ.
ഇതൊക്കെ വിശ്വാസത്തിന് ഐതിഹാസിക രൂപങ്ങളാണ് ശരിക്കും. എനിക്ക് ഓർക്കണേ, പുതിയ തലമുറയെക്കുറിച്ച് എനിക്ക് പലപ്പോഴും പണ്ടൊക്കെ എനിക്ക് ഭയങ്കര ഉത്കണ്ഠയായിരുന്നു. കാര്യം ഞാനൊക്കെ വളർന്നു വന്ന ഒരു ചുറ്റുപാടിൽ ദൈവത്തിൻ്റെ കൂടെ ജീവിച്ച ആളാണ് ഞാൻ. സെമിനാരി പഠിക്കുമ്പോഴും കളി കഴിഞ്ഞാൽ ആരും വന്നില്ലേലും കുടിക്കൊന്നും അരമണിക്കൂർ ഞാൻ കർത്താവിൻ്റെ അടുത്ത് വന്നിരിക്കും. ചുമ്മാ ഇരുന്ന് വേർപ്പെടാകുന്നവരെ എന്തെങ്കിലുമൊക്കെ സംസാരിച്ചിട്ട് ഞാൻ കർത്താവിൻ്റെ അടുത്ത് പോയിട്ട് കുളിക്കത്തുള്ളായിരുന്നു. അപ്പം അങ്ങനെ ഓരോ സമയം രാത്രിയാണെങ്കിലും ഭക്ഷണം കഴിഞ്ഞ് രാത്രി ഉറക്കമുറി പോകണ മുമ്പ് കർത്താവിൻ്റെ അടുത്ത് 1 മണിക്കൂറൊക്കെ പോയി നിൽക്കും. അപ്പം ഞാനോർക്കും, ദൈവമേ എല്ലാവരുമൊക്കെ ഇതുപോലെയൊക്കെ ചെയ്തിരുന്നെങ്കിൽ. ഇപ്പം ഞാൻ നോക്കുമ്പോൾ എന്താ വെച്ചാൽ എല്ലാവരും ഇതുപോലെയല്ല ചെയ്യണത്, ഇതൊക്കെ മേലെയാണ് ആൾക്കാർ. അതാ എനിക്ക് ഭയങ്കര പ്രത്യാശയാണ്. ഈ ചെറുപ്പക്കാരൊക്കെ സത്യസന്ധമായ ജീവിതത്തെ കാണുമ്പോൾ അതിൽ വിശ്വാസത്തിൽ അവർ ജയിക്കണ കാണുമ്പോഴുണ്ടല്ലോ, ഈ പണ്ട് കുറേ പ്രായമായിട്ടാണ് ആൾക്കാർ ആത്മീയതയിലേക്ക് വരണത്. ഇപ്പം അങ്ങനെയില്ല. ഇപ്പം വിദ്യാഭ്യാസം ഉള്ളത് കാരണം വിശ്വാസത്തിലും വിദ്യാഭ്യാസമുണ്ട്. അത് കാരണം അവർക്കറിയാം വിദ്യാഭ്യാസം ചുമ്മാ പ്രാർത്ഥന ചെയ്യൽ ദൈവത്തെ പറ്റിക്കാനും എന്തെങ്കിലും വയറ്റിപ്പിഴപ്പ് മേടിച്ചെടുക്കാൻ വേണ്ടിയുള്ള മിനിമം പരിപാടിയല്ല. വിശ്വാസം ജീവിക്കാനുള്ളതാണ്, വിശ്വാസം സുവിശേഷ സാക്ഷ്യത്തിനുള്ളതാണെന്നൊക്കെ വിവരമുള്ളവർക്ക് ഇപ്പോൾ അറിയാം. അതുകൊണ്ടാണ് നമ്മൾ 10-60 വയസ്സായിട്ട് ഒരു കുഞ്ഞിനെപ്പോലും വിശ്വാസം കൈമാറാൻ കഴിഞ്ഞില്ലല്ലോ. പിന്നെ നീ വിശ്വാസിയാണെന്നൊരു വല്ല കാര്യമുണ്ട്. ഇപ്പം നമ്മുടെ അപ്പന്മാരെക്കുറിച്ച് എനിക്ക് ഭയങ്കര സങ്കടം വരും. അപ്പോൾ അവർ 10, 60, 65 വയസ്സൊക്കെ ഉണ്ട്. ഒരു മനുഷ്യനെപ്പോലും കർത്താവിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞില്ല. ഒരു വ്യർത്ഥ ജീവിതം. ആ വ്യർത്ഥ ജീവിതം കുറച്ച് കഴിയുമ്പോൾ അവർ മരിച്ചും പോകും, തീർന്നു. ആ ജന്മം പാഴായി. പക്ഷേ ഇങ്ങനെയല്ല ഇന്നിങ്ങനെ ഉടമ്പടി വരുന്നവർ ആയിരക്കണക്കിന് ആൾക്കാരെയാണ് വിശ്വാസത്തിലേക്ക് കൊണ്ടുവരണം. കൈയടിച്ച് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കൈകൾ വീശിക്കൊണ്ട് പരമദിവ്യകാരുണ്യത്തിന് അതിനുശേഷം ഇവര് ഈ അഖില കർണാടകയിൽ പോയി. ഹസ്ബൻഡ് അവിടെ വർക്ക് ചെയ്യണത്. അപ്പോൾ അവൾ കർണാടകയിൽ ചെന്നപ്പോൾ എന്താ ചെയ്യണം വെച്ചാൽ ജോലി വേണം, ആളിന് ജോലി വേണം. അപ്പോൾ കർണാടകയിൽ ചെന്ന് അവരുടെ വീടിൻ്റെ അടുത്ത് ഒരു സ്കൂളുണ്ടായിരുന്നു. അപ്പോൾ സ്കൂളിൽ തൻ്റെ സിവിയും കൊണ്ട് ഒറ്റ പ്രാവശ്യമേ പോയുള്ളൂ. ചെറിയൊരു ഇൻ്റർവ്യൂ. അപ്പോൾ തന്നെ അവിടെ ജോലി കിട്ടി. അതാണ് വിഷയം. അതായത് നമ്മളൊരു ടെസ്റ്റ് ജയിച്ചിട്ടാണ് പോണത്. പിന്നെ ദൈവം അങ്ങ് നമ്മളെ വിശ്വസിക്കുകയാണ്. അതാണ് വിഷയം. നമ്മളിപ്പോൾ കർണാടക സ്കൂളിൽ തന്നെ എന്തുമാത്രം അപേക്ഷ കിടപ്പുണ്ട്. പക്ഷെ മാതാവിൻ്റെ ആൾ ചെല്ലുമ്പോൾ മക്കളൊരു മാറിക്കൊടുക്കും. അതാണ് വിഷയം. നോട്ട് ബൈ മെറിറ്റിലാണ് ഇത് വർക്ക് ചെയ്യണത്. നോട്ട് ബൈ മെറിറ്റിൽ വർക്ക് ചെയ്യാൻ പറ്റിയ ഒരാളാണെന്ന് ദൈവത്തിന് തോന്നിയാൽ മെറിറ്റിലെ ഇത് വർക്ക് ചെയ്യത്ത് യോഗ്യതയിലേ വർക്ക് ചെയ്യത്തുള്ളൂ. ഇവരുടെ യോഗ്യത എന്താ? ഇവരെക്കാൾ സീനിയർ എന്തുമാത്രം ആപ്ലിക്കേഷൻ അവിടെ കിടപ്പുണ്ട്. വലിയ നല്ല സ്കൂളാണ്. ഇവൾക്ക് അവിടെ പഠിപ്പിക്കാൻ കിട്ടി. കാര്യം ഇതിൻ്റെ രസമുണ്ട്. ഇവൾക്ക് മാത്രമേ കർണാടക ഭാഷ അറിയാൻ അറിയത്തില്ല. ബാക്കി എല്ലാ ടീച്ചർമാർക്കും കർണാടക അറിയാം. ഇംഗ്ലീഷാണ് പഠിപ്പിക്കണത്. ഇംഗ്ലീഷ് പഠിപ്പിച്ചാലും ശരി, എന്താ ചെയ്യണം, കുഞ്ഞുങ്ങൾക്ക് കാര്യം മനസ്സിലാകണമെങ്കിൽ കർണാടക ഭാഷ പറഞ്ഞു കൊടുക്കണം. എന്നാലേ കുഞ്ഞുങ്ങൾക്ക് കാര്യം മനസ്സിലാകത്തുള്ളൂ. പക്ഷേ എന്നിട്ടും ഇവൾക്ക് ജോലി കിട്ടി. ജോലി കിട്ടണമല്ല വിഷയം. ദൈവം നമ്മളെ ഏറ്റെടുത്ത് കഴിഞ്ഞാൽ അതൊരു വല്ലാത്ത ഏറ്റെടുപ്പായിരിക്കും. എൻ്റെ മക്കളെ, എന്താണ് ഉടമ്പടിയിലെ റിസ്ക് എന്ന് നിങ്ങൾ എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും, ദൈവം ഏറ്റെടുക്കണം. അതിന് വേണ്ടത് ദൈവം ഏറ്റെടുക്കാൻ പറ്റുന്ന ഒരാളായിട്ട് നീ ദൈവത്തിന് തോന്നണം. ഇപ്പോൾ ഇവളെ കണ്ട അവിടെ നിലപാട് കൊണ്ടാണ് കർണാടക സ്കൂളിൽ ഏറ്റവും കൂടുതൽ ശമ്പളത്തിലാണ് അമ്മ അവളെ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതോർക്കണം. ഇന്നലെ വന്ന ആളെ ഒറ്റ ഇൻ്റർവ്യൂവിൽ ആ സ്കൂളിൽ ഏറ്റവും നല്ല ശമ്പളത്തിൽ പോസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ഇൻഡാസ് വരും, പക്ഷെ അമ്മ കൂടെ ഉണ്ടാവും. ഇൻഡാസ് എന്താ വന്നിരിക്കണതെന്ന് വെച്ചാൽ ആ സ്കൂളിൽ പിന്നീട് ജോലിക്കയറ്റം വേണമെന്നുണ്ടെങ്കിൽ PTA മുമ്പിലും പൊതുജനത്തിൻ്റെ മുമ്പിലും റിവ്യൂ ക്ലാസ് ഉണ്ട്. റിവ്യൂ ക്ലാസ് എടുത്ത് അവരെ നാട്ടുകാരെ കേൾപ്പിക്കണം, അവരുടെ മാതാപിതാക്കന്മാരെ. അങ്ങനെ നമ്മുടെ സ്കൂളുണ്ടെന്ന് അറിയത്തില്ല. നമ്മുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നവർ നമ്മൾ കാശ് മുടക്കിയല്ലേ സ്കൂളിൽ പഠിപ്പിക്കണത്.
അപ്പോൾ ആ മാതാപിതാക്കന്മാരെല്ലാം കൂടി വരും. എന്നിട്ട് ഒരു ക്യാമ്പയിനിൽ ഇരുന്നിട്ട് ഈ ടീച്ചർ, അവിടെ മക്കളെ പഠിപ്പിക്കുന്ന ടീച്ചർ അവർക്ക് ക്ലാസ് എടുക്കണം. എന്നിട്ട് മാതാപിതാക്കന്മാർ ഇവർക്ക് മാർക്കിടും. ആ മാർക്ക് കിട്ടിയാൽ മാത്രമേ ഇവർക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഞാനോട് ദൈവമേ, കേരളത്തെക്കാൾ ഇപ്പോൾ കർണാടകയൊക്കെ വളർന്നെന്ന് തോന്നണേ. എനിക്ക് കാര്യങ്ങളെപ്പോഴും പോകേണ്ടില്ലേ. അപ്പോൾ റിവ്യൂ ക്ലാസ് വന്നപ്പോൾ അവൾ ഈശോയോട് പറഞ്ഞു, ഈശോയെ ഇവളുടെ ഒരു പ്രശ്നമുള്ളത് വെച്ച് കഴിഞ്ഞാൽ ഈ ക്ലാസ്സുകൾ ഉന്നതമായ മാർക്ക് കിട്ടാൻ വേണ്ടി ആ സ്കൂളിലുള്ള ഹെഡ് മാസ്റ്ററും സ്റ്റാഫും നിയമമുണ്ടായി, ഞായറാഴ്ച ക്ലാസ് എടുക്കണമെന്ന് പറഞ്ഞ്, സ്പെഷ്യൽ ക്ലാസ് എടുക്കണമെന്ന് പറഞ്ഞു, ഞായറാഴ്ച സ്പെഷ്യൽ ക്ലാസ് എടുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാവരും എടുക്കുന്നുണ്ട്. അപ്പോൾ ഈ അഖില പറഞ്ഞു, സാർ എനിക്ക് പറ്റത്തില്ലെന്ന് പറഞ്ഞു. അവിടെയാണ് വിഷയം. അതാണ് വിഷയം. സാർ എനിക്ക് പറ്റത്തില്ല, ഞായറാഴ്ച ഞാൻ പ്രാർത്ഥിക്കുന്ന ദിവസമാണ്, അത് കർത്താവിൻ്റെ ദിവസമാണ്, ഞാൻ ക്ലാസ് എടുക്കാൻ പറ്റത്തില്ല, ഞാൻ വേണമെങ്കിൽ നൈറ്റ് എടുക്കാം, ശനിയാഴ്ച നൈറ്റ് വരെ എടുക്കാമെന്ന് പറഞ്ഞു. ഇവിടെ ക്ലാസ് ഈ പാരൻസ് നല്ലതാണെന്ന് പറഞ്ഞ് ഇതിനിടയ്ക്ക് റിവ്യൂ ക്ലാസ്സിൽ ഇവർക്ക് നല്ല മാർക്ക് കിട്ടി കഴിഞ്ഞപ്പോൾ ആ ഒരു പോയിൻ്റുള്ളത് കാരണം ഇവർ പറഞ്ഞു, എന്നാൽ നീ മാത്രം ഞായറാഴ്ച വരണ്ടെന്ന് പറഞ്ഞു. ഇത് ടെസ്റ്റാണ്. നമ്മൾ ഞായറാഴ്ച ക്ലാസ് എടുക്കുമോ എന്ന് കർത്താവ് നോക്കിയിരിക്കുകയാണ്. ഒരു ടെസ്റ്റ് കഴിയുമ്പോൾ അടുത്ത ടെസ്റ്റ് വരെ കണ്ട ഈ നമ്മളെ വ്യാജമായ അഭിനയമാണെങ്കിൽ ഇപ്പം ഞാൻ ക്ലാസ് എടുത്തോളാം സാറേ, എനിക്ക് ഞായറാഴ്ച അല്ല വലുത്, എൻ്റെ ജോലിയാണ് വലുതെന്ന് പറയും. അതാണ് വിഷയം. എല്ലാവരും അത് ഒരു ടെസ്റ്റിൽ അഭ്യാസം കൊണ്ട് ജയിച്ചാൽ അടുത്ത ടെസ്റ്റ് ആ ജയിച്ച് സത്യസന്ധമാണെന്ന് പറയാൻ വേണ്ടി കർത്താവ് അടുത്ത ടെസ്റ്റ് എഴുതും. എന്താ കാര്യം? ഞായറാഴ്ചയും കടമുള്ള ദിവസങ്ങളിലും എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവിൻ്റെ ദിവസം പരിശുദ്ധമായി ആചരിക്കണം. അത് കൽപ്പനയാണത്. അപ്പോൾ എനിക്ക് പിള്ളേർക്ക് ട്യൂഷൻ കൊടുക്കണം, പിള്ളേർക്ക് സെഷൻ ഫീസ് കൊടുക്കണം, ഞാൻ ജോലിക്ക് പോയില്ലേ, ആര് പോകുന്നൊക്കെ പറഞ്ഞുകൊണ്ട് അണ്ണന്മാരെല്ലാം ഞായറാഴ്ച പണിക്ക് പോകുന്നുണ്ട്. ഒരു കുഴപ്പമില്ല, നിങ്ങൾ പോയിക്കോ. നിങ്ങൾ പിന്നീട് മസിൽ പിടിച്ച് ദൈവത്തിൻ്റെ ആളാണെന്ന് പറഞ്ഞ് നിങ്ങൾ വന്ന് ഉടമ്പടി എടുക്കരുത്. എൻ്റെ ആവശ്യമില്ലല്ല. നിങ്ങളുടെ വഴിക്ക് പോവുക. ആരും വിളിച്ചേക്കട്ടെ, ഞാൻ നിങ്ങൾക്ക് വക്കീൽ നോട്ടീസ് അയച്ചാൽ, ഞാൻ നിങ്ങൾക്ക് ആർക്കും വക്കീൽ നോട്ടീസ് അയച്ചില്ലല്ലോ. അപ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയം, കർത്താവിൻ്റെ ദിവസമുണ്ട്. അതായത് ആ ദിവസത്തിൽ ഇവിടെ പറഞ്ഞു, സാറേ അത് ഞാൻ വരത്തില്ല, ഞാൻ വേണമെങ്കിൽ ശനിയാഴ്ച രാത്രി വന്ന് സ്പെഷ്യൽ ക്ലാസ് എടുത്തോളാം, എനിക്ക് പ്രശ്നമില്ല. അപ്പോൾ ഇവൾ കർത്താവിനോട് പറഞ്ഞ്, ഈശോ ഞാൻ നിൻ്റെ കൂടെ നിൽക്കത്തുള്ളൂ, എന്ത് ജോലി എന്ന് പറഞ്ഞാലും ശരി, എനിക്ക് നീയാണ്, നിൻ്റെ കർത്താവ് ദൈവം ഞാനാകുന്നു, ഞാനില്ലാതെ മറ്റൊരു ദൈവം നിനക്കുണ്ടാവരുത്. അതാണ് ആ ഒരു നിലനിൽക്കുകയാണ്. അപ്പോഴെന്നാ പറ്റുക വെച്ച് കഴിഞ്ഞാൽ, ഇവിടുത്തെ പ്രശ്നം ഇനി വരാൻ പോണത് മറ്റ് ഞായറാഴ്ച ക്ലാസ് എടുത്ത ആൾക്കാർ, ഇപ്പം നമ്മൾ കർത്താവിൻ്റെ കൂടെ നിന്നാൽ കർത്താവ് നമ്മുടെ കൂടെ നിൽക്കും. ഇവിടെ ഞായറാഴ്ച ഇവർക്ക് ലീവ് കൊടുത്ത് നീ ഞായറാഴ്ച വരണ്ടെന്ന് അവർ പറഞ്ഞു. കാരണം റിവ്യൂ ക്ലാസ്സിൽ നിനക്ക് വലിയ കുഴപ്പമില്ല, അതുകൊണ്ട് നീ വരണ്ടെന്ന് പറഞ്ഞു. ഇവളുടെ പ്രശ്നം എന്താ? ഈ സ്പെഷ്യൽ ക്ലാസ്സുള്ള കുഞ്ഞുങ്ങൾ, ഞായറാഴ്ച ക്ലാസ്സെടുത്ത കുഞ്ഞുങ്ങൾ മറ്റ് ക്ലാസ്സുകളിലെല്ലാം നല്ല ശതമാനം മേടിക്കുകയും ഇവിടെ ക്ലാസ്സിലെ കുഞ്ഞുങ്ങൾക്ക് ശതമാനം കുറഞ്ഞു പോയാൽ ഇവിടെ പുറത്താവും, സംശയമില്ലല്ലോ. ഇവിടെ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇവിടെ ആര് ചെയ്യണം? ഇവിടെ നമ്മൾ വിശ്വസിച്ച് ദൈവം തന്നെ ചെയ്യണം. ദൈവം ഒന്നൊന്നര ചെയ്ത് ഞായറാഴ്ച ക്ലാസ്സിൽ കഴിഞ്ഞ് ഇവളുടെ കുഞ്ഞുങ്ങൾ മാത്രം 100% ജയിച്ച്. അതായത് ഇത് വിശ്വാസ ജീവിതമാണെന്ന്, എന്തുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് ടെസ്റ്റ് വരണത്? ഇത് വിശ്വാസ ജീവിതമാണെന്ന് ദൈവം തന്നെ നമ്മളെ ബോധ്യപ്പെടുത്തുകയും വിശ്വാസത്തിന് വില കൊടുക്കാൻ ഉള്ളവർ മാത്രം നിന്നാൽ മതിയെന്ന് പറയും, അല്ലാത്തവർക്ക് പോകാമെന്നും പറയും. ഈശോ, ഞാൻ അത്രയും പറയണില്ല, ഈശോ അങ്ങനെയാണ് പറയണത്. ഇത് വിശ്വാസ ജീവിതമാണ്. വിശ്വാസത്തിൻ്റെ ഡിമാൻഡ്സ് അനുസരിച്ച് ജീവിക്കാൻ പറ്റുന്നവർ മാത്രം നിലനിന്നാൽ മതിയെന്നാണ് ഞാൻ പറയത്തുള്ളൂ. പക്ഷേ ഈശോ അങ്ങനെ പറയണത്, അല്ലാത്തവർക്ക് പോകാമെന്ന് പറയും. അതാണ് വിഷയം. കാര്യം ലൈഫ് മൊത്തം ഇൻവെസ്റ്റ് ചെയ്തിരിക്കുകയാണ് അതിൻ്റെ അകത്ത്. അത് കൂതറ വിശ്വാസികളെ പുള്ളി കണ്ടുകൂടാ. അതാണ് വിഷയം. അതായത് ഒരു കുറവ് ഇറച്ചി ആയിട്ട് തൂങ്ങി പിടഞ്ഞു തല്ലി മരിക്കുമ്പോൾ ഒന്നും ബാക്കി വെക്കാതെ നമുക്ക് വേണ്ടി ചിന്തിയവൻ, അതുപോലൊരു കമ്മിറ്റ്മെൻറ്റ് നമ്മോട് കാണിക്കുന്നതല്ല. വയറ്റിപ്പഴപ്പിന് വേണ്ടി ഓരോരുത്തരും പറയുന്നതനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ഞും ചെരിഞ്ഞുമൊക്കെ നിൽക്കുന്ന ആൾക്കാരെ ഐ ഡോണ്ട് വാണ്ട്.
ഐ ഡോണ്ട് വാണ്ട്, അങ്ങനെ ഈശോ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് യോഗ്യമല്ലെന്ന്. എന്നെക്കളുപരി മാതാപിതാക്കന്മാരെയോ. ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്. മത്തായി 10:37. മത്തായി 10:37. എന്നേക്കാൾ അധികം പിതാവിനെയോ മാതാവിനെയോ സ്നേഹിക്കുന്നവൻ എനിക്ക് യോഗ്യനല്ല. എന്നേക്കാൾ അധികം മാതാപിതാക്കന്മാരെ ബഹുമാനിക്കണമെന്ന് പറഞ്ഞ ആളാണ് ഇപ്പം പറയണം മാറി. ഇൻവെസ്റ്റ്മെൻറ്റ് കൂടിപ്പോയി. നിൻ്റെ അപ്പനെ അമ്മയേക്കാൾ കൂടുതൽ ഇൻവെസ്റ്റ്മെൻ്റ് ആയിപ്പോയി. ആ രക്തത്തോട് ഐക്യദാർഢ്യം പുലർത്തുന്നവനാണ് വിശ്വാസി എന്ന് പറയുന്നവൻ. കൈയടിച്ച് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഭക്തിയോടെ എഴുന്നേൽക്കുക. പരിശുദ്ധ പരമാ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമുക്കെല്ലാവർക്കും കൃപാസനം പ്രത്യക്ഷീകരണ മധ്യസ്ഥ പ്രാർത്ഥന ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം. അമ്മേ പരിശുദ്ധ അമ്മേ, പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. സ്തുതിച്ചു പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നാളിതുവരെ ഞങ്ങൾക്ക് ലഭിച്ച എല്ലാ കൃപകൾക്കും അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ആരാധന, ആരാധന. പിതാവേ നന്ദി, പിതാവേ മഹത്വം, പിതാവേ ആരാധന. പരിശുദ്ധ പരമാ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അമ്മേ പരിശുദ്ധ അമ്മേ, പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7-ാം തീയതി ഉച്ച കഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ വസ്തുനിഷ്ഠവും ദൈവശാസ്ത്ര വിധി പ്രകാരമുള്ളതുമായ അന്വേഷണ പഠനങ്ങൾ നടത്തി ആ പ്രത്യക്ഷപ്പെടലിലൂടെ പ്രകടമായ ദൈവമാതാവിന്റെ പ്രത്യേക കരുതലും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഡിതരുടെ ആശ്വാസവും പ്രവാചകന്മാരുടെ രാജ്ഞിയും വാഗ്ദാനത്തിന്റെ പേടകവും പ്രപഞ്ച പ്രകൃതിയുടെ മാതാവുമായ പരിശുദ്ധ അമ്മയുടെ ഭക്തി തിരുസഭയിൽ കൂടുതൽ പ്രചരിച്ച് ജീവിതത്തിന്റെ ദുരിത ദുരന്ത അവസ്ഥകളിൽ അകപ്പെട്ട് കഴിയുന്ന അനേകായിരം മക്കൾക്ക് ദൈവത്തിന്റെ സാന്നിധ്യവും സന്ധിപ്പും കൂടുതൽ അനുഭവിക്കുക വഴി
ആത്മീയ വിശുദ്ധിയും ആത്മീയ വിശുദ്ധിയും ദൈവശക്തിയും ദൈവശക്തിയും കൈവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ ഇടയാക്കണമേ. സ്തുതിച്ചു പ്രാർത്ഥിക്കാം. ഹാലലൂയ, ഹാലലൂയ, ഹാലലൂയ. ദിവ്യകാരുണ്യനാഥ, മരിയൻ ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ കുടുംബങ്ങളെ വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു, ശക്തീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു, ആത്മാവാൽ വഴി നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു, വലിയ വലിയ സാക്ഷികളാക്കി ഉയർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹാലലൂയ, ഹാലലൂയ. ദൈവപിതാവേ നന്ദി, ദൈവപിതാവേ മഹത്വം, ദൈവപിതാവേ ആരാധന. ആശ്രയിച്ചീ